തൃശൂരിൽ കോൺഗ്രസ് നേതാവ് ബിജെപിയിൽ ചേർന്നു. ഭാസ്കരൻ കെ മാധവനാണ് ബിജെപിയിൽ ചേർന്നത്. പാളഞ്ചേരി കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ആയിരുന്നു. കോൺഗ്രസിനോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ബിജെപിയിൽ ചേർന്നതെന്ന് ഭാസ്കരൻ പറഞ്ഞു. കൂടുതൽ പേർ ബിജെപിയിലേക്ക് വരുമെന്ന് ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബും പറഞ്ഞു. വിവരങ്ങളുമായി ലെവിൻ കെ വിജയനാണ് ചേരുന്നത്. ലെവിൻ, എന്തെല്ലാം ആരോപണം ഉന്നയിച്ചാണ് ഇവരിപ്പോൾ പാർട്ടി മാറിയിരിക്കുന്നത്? സ്വാതി, തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ കൂടുമാറ്റങ്ങൾ ഒരുപാട് ഇനിയും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. അതിൽ തൃശ്ശൂരിൽ പാണഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഭാസ്കരൻ കെ മാധവനാണ് ആദ്യമായി ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ പാർട്ടി മാറി മുന്നോട്ട് വരുന്നവരിൽ ഒരാളായിട്ട് ആദ്യം രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത്. ഭാസ്കരൻ കെ മാധവൻ പാണഞ്ചേരിയിലെ ബ്ലോക്ക് കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം ഇന്ന് BJP ഓഫീസിൽ നേരിട്ടെത്തി BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് പാർട്ടിയിൽ അംഗത്വം എടുത്തിട്ടുള്ളത്. കൂടുതൽ പേർ കോൺഗ്രസിൽ അസ്വസ്ഥരാണെന്നും ഇനിയും BJPയിലേക്ക് ഒരുപാട് ആളുകൾ എത്തുമെന്നുമാണ് ഭാസ്കരൻ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. കൂടുതൽ ആളുകളെ സ്വീകരിക്കാൻ BJPയുടെ തൃശ്ശൂർ ജില്ലാ ഘടകങ്ങൾ തയ്യാറായിട്ടുണ്ടെന്ന് ജസ്റ്റിൻ ജേക്കബും സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ടുള്ള ജസ്റ്റിൻ ജേക്കബും പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിൽ നിന്ന് മനസ്സ് മടുത്തതിനെ തുടർന്നാണ് താൻ പാർട്ടി മാറുന്നത് എന്നുള്ളതാണ് പ്രധാനമായും അദ്ദേഹം ഇങ്ങനെയൊരു രാഷ്ട്രീയ നീക്കത്തിൻ്റെ ഭാഗമായി നൽകിയ മറുപടി. അതേസമയത്ത് കോൺഗ്രസ് പ്രവർത്തകരോട് നമ്മൾ ഇദ്ദേഹത്തിൻ്റെ പാർട്ടി കൂടുമാറ്റത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ദീർഘനാളുകളായി സംഘടനാ പ്രവർത്തനം നടത്താതെ ഇരിക്കുന്ന ആളാണ് ഭാസ്കരൻ എന്നും പറയുന്നു. അതോടൊപ്പം തന്നെ സ്ഥാനമാനങ്ങളൊന്നും പെട്ടെന്ന് ലഭിക്കാത്തതിലുള്ള അസംതൃപ്തിയെ തുടർന്നാണ് ഇദ്ദേഹം BJPയിലേക്ക് പോകാൻ ഒരുങ്ങുന്നത്. അതോടൊപ്പം തന്നെ ഈ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ പ്രതിനിധിയായി തൃശ്ശൂർ കോർപ്പറേഷനിലെ അംഗമായി പ്രവർത്തിക്കുന്ന ആളാണ് ഭാസ്കരൻ്റെ ഭാര്യ എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. അങ്ങനെ ഭർത്താവ് പാർട്ടി മാറി BJPയിലേക്ക് പോകുമ്പോൾ അവരുടെ നിലപാട് അടക്കമുള്ള കാര്യങ്ങൾ കോൺഗ്രസ് ആലോചിക്കുന്നുണ്ട്. ഏതായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് വടിവാതിൽക്കൽ എത്തി നിൽക്കെ കൂടുതൽ രാഷ്ട്രീയ കൂടുമാറ്റങ്ങൾ ഇനിയും തൃശ്ശൂർ നഗരത്തിലും പരിസര പ്രദേശങ്ങളുമായി ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. സ്വാതി.